ബുദ്ധദേവിന് വിട. ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. 2000 മുതൽ 11 വർഷം ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു. കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും VS അനോജാണ് ചേരുന്നത്. VS അനോജ്, ഏറെ രാഷ്ട്രീയ ചരിത്രം പറയാനുള്ള നേതാവിനാണ് ഇപ്പോൾ അന്ത്യം വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഏതു രീതിയിലാണ് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്? സ്വാതി, ബംഗാൾ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ചില നിർണായക ഘട്ടങ്ങളെ അഭിമുഖീകരിച്ച ഒരു നേതാവ് എന്ന നിലയിലും ബംഗാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ നയിച്ച ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലും വലിയ രാഷ്ട്രീയ പ്രാധാന്യം ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കുണ്ട്. തീർച്ചയായും അദ്ദേഹം ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. അദ്ദേഹം വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. കൊൽക്കത്തയിലെ ബാലിഗഞ്ചിലുള്ള വീട്ടിൽ അദ്ദേഹം ഒരു 4 വർഷത്തോളമായി വിശ്രമ ജീവിതത്തിലായിരുന്നു. ബംഗാളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കും ഒക്കെ സാക്ഷ്യം വഹിച്ച ഒരു മുഖ്യമന്ത്രി കൂടിയാണ് വിടവാങ്ങുന്നത്. ഒപ്പം തന്നെ ബംഗാളിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ മാത്രമല്ല, സാംസ്കാരിക മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾക്കും വലിയ നേതൃത്വ നിര കൊടുത്ത, അല്ലെങ്കിൽ വലിയ രീതിയിൽ എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, നാടക പ്രവർത്തകൻ എന്ന രീതിയിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. 77-ൽ ജ്യോതി ബസു സർക്കാരിൻ്റെ തുടക്ക കാലഘട്ടം മുതൽ അദ്ദേഹം MLA ആയിരുന്നു. അതിനുശേഷം മന്ത്രിയായിട്ടുണ്ട്. 6 തവണ അദ്ദേഹം വിവിധ വകുപ്പുകൾ ഭരിച്ച, സാംസ്കാരിക വകുപ്പ് ഉൾപ്പെടെ അർബൻ ഡെവലപ്മെൻറ്റ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഭരിച്ച മന്ത്രിയായിരുന്നു. പിന്നീട് ജ്യോതി ബസുവിൻ്റെ അനാരോഗ്യത്തെ തുടർന്ന് ജ്യോതി ബസു 2000-ൽ ആ കാലയളവിൽ ഒഴിയുന്ന സാഹചര്യം വരുമ്പോഴാണ് 99-ൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബുദ്ധ വരുന്നത്. അതിനുശേഷം ഏതാണ്ട് 11 വർഷത്തോളം ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഈ കാലയളവിലാണ് വലിയ രീതിയിലുള്ള, അതായത് വ്യാവസായിക മുന്നേറ്റവുമായി ബന്ധപ്പെട്ടും ബംഗാളിന് അതിൻ്റെ വ്യാവസായിക വളർച്ചയുമായി ബന്ധപ്പെട്ട് വലിയൊരു മാറ്റത്തിന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാമ്പത്തിക നയം, അതിൻ്റെ പോളിസി രൂപീകരണം നടക്കുന്നതും അക്കാര്യത്തിലേക്ക് അതിന് നേതൃത്വം നൽകുന്നതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പങ്കുവഹിക്കുന്നതും. പക്ഷേ പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇത് സാക്ഷ്യം വഹിക്കുകയും ഏതാണ്ട് 33 വർഷത്തിന് ശേഷമുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തന്നെ തകരുന്ന രീതിയിലേക്കുള്ള ഒരു കാലയളവിന് ബംഗാൾ രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആ കാലയളവിൽ അതിൻ്റെ നേതൃസ്ഥാനത്തിരുന്ന ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവോ കൂടിയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. ഇന്നലെ രാത്രി 11:30 അദ്ദേഹത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെടുകയും അദ്ദേഹത്തെ അടുത്തുള്ള സ്വകാര്യ ആസ്പത്രിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഏറെ കഴിഞ്ഞ് രാവിലെ 8:20 അന്ത്യം സംഭവിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മീര ഭട്ടാചാര്യ, മകൾ സുചേതന. ഏതായാലും സംസ്കാരം സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടില്ല. കാരണം അത് പാർട്ടി CPIMൻ്റെ മുതിർന്ന നേതാക്കളും CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അടക്കമുള്ളവർ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഏറ്റവും തലമുതിർന്ന രാഷ്ട്രീയ നേതാവ്, കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ബംഗാളിൽ വിടവാങ്ങിയിരിക്കുന്നത്. സ്വാതി. VS അനോജ്, അദ്ദേഹം അവസാന നാളിലേറെ വേദനിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതായത് ഭരണം നഷ്ടപ്പെടുത്തി എന്നൊരു കുറ്റപ്പെടുത്തൽ ഉണ്ടായിരുന്നുവെന്ന്, അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളും അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ചൊക്കെയുള്ള ആ ബന്ധുക്കളുടെ വാക്കുകൾ ഏത് രീതിയിലാണ്? അതാണ് നേരത്തെ പറഞ്ഞത്. ബംഗാളിൻ്റെ രാഷ്ട്രീയത്തിൽ സാധാരണ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും, എന്നാൽ അത് ബുദ്ധദേവിൻ്റെ മാത്രം പ്രശ്നമായിരുന്നില്ല എന്ന് അദ്ദേഹം സ്വയം തിരിച്ചറിയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ അദ്ദേഹത്തെ കാണുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. പക്ഷേ 2000-നും 2012-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് വലിയ ശക്തി പ്രാപിക്കുകയും അവിടെ ഭൂസമരങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും, ഇപ്പോൾ സാലിം ഗ്രൂപ്പിനുൾപ്പെടെ നന്ദിഗ്രാമിലും അതുപോലെ തന്നെ സിംഗൂരിൽ ടാറ്റയുടെ നാനോ ഫാക്ടറിക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കൊൽക്കത്ത സാൾട്ട് ലേക്കിലുള്ള വ്യവസായ ഗ്രൂപ്പുകൾക്ക് ഭൂമി കൊടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ വലിയ കർഷകരുടെ ലഹളകളിലേക്ക്, പ്രക്ഷോഭങ്ങളിലേക്കും അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളിലേക്കൊക്കെ വഴിവെച്ചതാണ്. ഇത് രാഷ്ട്രീയ വിവാദങ്ങൾക്കെല്ലാം ബുദ്ധദേവ് മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും, എന്നാൽ സത്യത്തിൽ വ്യക്തിപരമായി അദ്ദേഹം ആദർശശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവും അദ്ദേഹം ഈ പാർലമെൻ്ററി വ്യാമോഹമുള്ള ഒരു വലിയ നേതാവൊന്നും ആയിരുന്നില്ല. അത്തരത്തിലുള്ള ഒരാളെ ആയിരുന്നില്ല. അദ്ദേഹം തികഞ്ഞ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്തിയ, അല്ലെങ്കിൽ വലിയ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു നേതാവാണ്. അദ്ദേഹം 80-കൾ 70-കളുടെ കാലഘട്ടത്തിൽ പരിഭാഷകനായും എഴുത്തുകാരനായും ഇപ്റ്റയുടെയൊക്കെ കാലഘട്ടത്തിൽ നാടക പ്രവർത്തകനായി, അതിനൊക്കെ ഏറ്റവും ബംഗാളിലെ വലിയ രാഷ്ട്രീയധാരയ സാംസ്കാരിക മുന്നേറ്റത്തിന് പങ്കുവച്ച ഒരാൾ പിന്നീട് 2000-ന് ശേഷം
ബംഗാളിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഒരു വലിയ പതനത്തിന് കാരണക്കാരനായി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വന്നതിന് ശേഷം അദ്ദേഹം ഏതാണ്ട് 2015 കൂടെ രാഷ്ട്രീയ പരിപാടികളിൽ നിന്ന് കാര്യമായി അതിൽ പങ്കെടുക്കാത്തൊരു സാഹചര്യം വ്യക്തിപരമായി തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് അനാരോഗ്യമായിരുന്നെങ്കിൽ മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള ഒരു വലിയ വേദനയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്നെ തെറ്റിദ്ധരിച്ചതിലുള്ള ഒരു അദ്ദേഹത്തിനുണ്ടായിരുന്ന ശരി. വി എസ് സനോജ്, ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. 2000 മുതൽ 11 വർഷം ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു. കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം.